അതങ്ങനെ എഴുതില്ല. ഇത് അള്ളാന്റെ ഭാഗത്തു നിന്നാണ്. അള്ളാഹു തആല കണക്കില്ലാണ്ട് അവൻ ഉദ്ദേശിച്ചെങ്കിൽ ഫ്രൂട്ടും ഡ്രസ്സും മാപ്പിളയെല്ലാം കൊടുക്കാം. മറിയമ്മ ബീവിക്ക് മാപ്പിളയില്ലാണ്ട് ജനിച്ചിട്ടാവുന്നത് ഈസാ അലൈഹിസ്സലാം. അങ്ങനെ ആ ചരിത്രം കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാകൂ. പെണ്ണുങ്ങൾ എന്തിൽ ചൊന്നത് അതുപോലെ അള്ളാഹുക. രണ്ടാമത്തേത് മാതൃകയാണ് ബഹുമാനപ്പെട്ട മറിയമ്മാവി. ലോകത്തിലേക്ക് എല്ലാവർക്കും ആ പെണ്ണിങ്ങൾക്ക് വേണ്ടിയ സാധനം അതൊന്നും അവിടെ എത്തിപ്പാട്ടി കൊടുത്തു. അത് നിനക്കും അങ്ങനെ വേണ്ടേ. മയിലായിട്ട് കുര്യാവണ്ണെ കുര്യാമ്പഴ ഒത്തുപോയെങ്കിൽ നീനൊന്ന് ചോറ് കൊണ്ടുകൊണ്ടേ അവനെ കൊണ്ടല്ലേ വേണ്ടിയതാണ്. അതൊരു മാതൃക അല്ലേ. അതേപോലെ തന്നെയാണ് ആസിയാദിക്കുണ്ടെങ്കിൽ ഫിർഔനിനുള്ള വാലിമായ രാജാവിനെ കൂടെ പെണ്ണായി. അത് ദീർഘിച്ചിട്ടില്ല. ആ ആസിയാദി ഉൾക്കത്തിൽ ബന്ധമാണ് അള്ളാനെ കൊണ്ടിരിക്കുന്നത്. ഓണെന്തെ ചൊല്ലട അന റബ്ബുക്കുമുലാല, നാണ് നിങ്ങൾ മേലായ റബ്ബാണ് ചൊല്ലുകൊണ്ടെന്നാണ്. അങ്ങനത്തെ അവിടെ കുട്ടിയുടെ ആറ് കൊണ്ടുകൊണ്ട് ഈമ ഇസ്ലാം മതത്തിലെത്തി. പിന്നെ കൂടിയ നാളാകുമ്പോൾ ഫിറൗനെ കൊണ്ടേക്ക് ഈമ ഇസ്ലാമായി തീർന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ തീര് സ്വീകരിച്ചിട്ടുണ്ട്. മനസ്സിലായിട്ട് അവൻ ചെന്നായിയാണ് കുറവറ്റും കൊണ്ടുപോകും. അങ്ങനെ ഈ മക്ക് അടിച്ചോറും നമ്പറായിക്കോളും. ലാസ്റ്റ് ദില്ലൗത്താദിന്റെ ദീനത്തെ അവൗക്കില്ല. ദില്ലൗത്താദിന്റെ ദീന ഔത്താദിന്റെ ആണി. ആണിയുടെ ഇരിക്കുന്ന ഫിറൗൻ. ആ ഫിറൗന് ആണിനെ ചൂടാക്കിയിട്ട് പെണ്ണുങ്ങൾക്കുള്ള ഈ ആസ്യാബീപിന്റെ മൂത്തരം വീട്ടുന്ന ആ സ്ഥലത്തിലെ കൂടി ആണിനെ അങ്ങോട്ട് കടത്തി. അപ്പോഴാണ് ഈ മന്ത്രിനെ എൻ്റെ ഗുരു ഞാനിൻ്റെ ഇസ്ലാമിന്റെ 10 പെണ്ണായിട്ടൊന്നുമില്ല വാപ്പി പേരിൽ ഇന്നത്തെ പൈസ എന്നാണ് പടച്ചവനെ എനിക്ക് ചോറുണ്ടാക്ക്. ചോറുകത്തിൽ അവർ അവാക്യധർമ്മം ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു